യാങ്ങിനെ കുറിച്ചാണ്. സോ യാങ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഫിലോസഫിയാണ്. സോ ഇത് എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു ഫിലോസഫിയാണ് യാങ് എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മൾ ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ ഒരു നായകനുണ്ട്, ഒരു വില്ലനുണ്ട് അല്ലേ? ഒരു ഹീറോ ഉണ്ട്, ഒരു വില്ലനുണ്ട് എല്ലാ കഥയിലും. അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹീറോ ഉണ്ട്, ഒരു വില്ലനുണ്ട്. സോ നമ്മളുടെ മെയിൻലി ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ അവസാനം എന്താണ്, നമ്മളുടെ പുരാണങ്ങളെല്ലാം ആണെങ്കിലും അവസാനം ഹീറോ ജയിക്കുന്നു, വില്ലൻ തോക്കുന്നു അല്ലേ? അതാണ് ട്രഡീഷണലി ഉള്ളൊരു സംഭവം. അതായത് എപ്പോഴും നന്മ അല്ലെങ്കിൽ ജസ്റ്റിസ് അത് വിൻ ചെയ്യണം, അല്ലെങ്കിൽ നന്മ വിൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഈ നന്മയും ജസ്റ്റിസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ മെയിൻലി ആ ഒരു പോസിറ്റീവ് കാര്യം വിൻ ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, സോ എന്നാൽ യാങ് പറയുന്നൊരു ഫിലോസഫി എന്ന് പറയുന്നത് രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ നിങ്ങളിപ്പോൾ യാങ്ങിൻ്റെ സിമ്പിളാണ് ഈ ഒരു സംഭവം. ഈ ഒരു സംഭവത്തിനകത്ത് പറയുന്നത് ഇത് വെള്ള, മറ്റേത് കറുപ്പ്. സോ ഒരു കാര്യം മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ, നമ്മുടെ ലൈഫിലെ കാര്യമായിക്കോട്ടെ, നമ്മുടെ ഇപ്പോൾ എന്ത് കാര്യവും, സോ ഒരു ബാലൻസ് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അതായത് വൈറ്റിന്, അതായത് നന്മയ്ക്കും പ്രാധാന്യമുണ്ട്, അതേപോലെ തിന്മയ്ക്കും പ്രാധാന്യമുണ്ട്. സോ ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധമല്ല. നമ്മളുടെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറയുന്നതിൻ്റെ കൂട്ട് ഒരു യുദ്ധമല്ല. എന്നാൽ ഇവിടെ ചൈനീസ് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ബാലൻസായി പോകണമെന്നാണ്. അതായത് ഒന്നൊന്നിൻ്റെ മേളിൽ വരാതെ രണ്ട് ഫിലോസഫീസ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളും, മോറൽസും ബാലൻസായി മുന്നോട്ട് പോകണം. തിന്മയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, നന്മയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. സോ നിങ്ങൾ അന്നേരം ചോദിക്കുന്നത് തിന്മയ്ക്ക് എന്ത് പ്രാധാന്യമാണ്? തിന്മയുണ്ടെങ്കിലേ നന്മയുടെ വില അറിയത്തുള്ളൂ അല്ലേ? ഇപ്പം ഒരു രാജ്യത്ത്, ഇപ്പം ഇതൊരു രാജ്യമാണെന്ന് വിചാരിക്കുക. സോ എല്ലാവരും അങ്ങ് നന്മ ചെയ്യുകയാണ്. എല്ലാവരും നന്മ ചെയ്ത് അവസാനം തിന്മ എന്താണെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടം വരുമായിരിക്കും അല്ലേ? ഫുള്ള് നന്മയാണെങ്കിൽ പിന്നെ അതിനൊരു വില കാണത്തില്ലല്ലോ. അങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, സോ നന്മയും തിന്മയും അതേസമയം ഉണ്ടെങ്കിൽ അന്നേരമേ അവിടെ കമ്പാരിസൺ നടക്കത്തുള്ളൂ. സോ ഇങ്ങനെ ആകണം എന്ന് ഒരാളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതേപോലെ തിന്മ നടക്കുമ്പോൾ അതിനെ നന്മ കൊണ്ട് നേരിടുന്നു അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അന്നേരം ഇവിടെ പറയുന്ന മെയിൻ ഫിലോസഫി എന്ന് പറയുന്നത് ബാലൻസാണ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഈക്വൽ പ്രാധാന്യങ്ങളുണ്ട്. നന്മയ്ക്കകത്തും തിന്മ വരാം. അതുകൊണ്ടാണ് ഇവിടെ ഒരു സംഭവം കണ്ടില്ല, ഈ വെള്ള ഇതിനകത്ത് ഒരു കറുപ്പ് ഡോട്ട് കണ്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നന്മയ്ക്കകത്തും ചെറിയൊരു തിന്മ വരാം. അതേപോലെ ഇവിടെയും കറുപ്പിനകത്തും വെള്ള വന്നു അല്ലേ? അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വലിയ തിന്മയുള്ള ആളുകളിനകത്തും ചെറിയൊരു പാട്ട് നന്മയുണ്ടായിരിക്കാം. സോ ഇത് മനസ്സിലാക്കി ഇത് ബാലൻസ് ചെയ്ത് പോവുകയാണ് വേണ്ടുന്നതാണ് ചൈനീസ് ഫിലോസഫി പറയുന്നത്. സോ എനിക്ക് നമ്മുടെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വെച്ചിട്ട് ഈ ഒരു ഫിലോസഫിയാണ് കുറച്ചും കൂടെ പ്രാക്ടിക്കലായി നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം വളരെയധികം തിന്മ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ ജനിച്ച സാഹചര്യവും കാര്യങ്ങളുമെല്ലാം അയാളെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ ആകാനുള്ള പ്രധാന കാരണം. ഇപ്പം മഹാഭാരതത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പം ദുര്യോധന ഒരു വില്ലനായിട്ടാണ് അറിയപ്പെടുന്നത്. പുള്ളി ജനിച്ച സാഹചര്യവും ഇപ്പം മറ്റുള്ളവർ
തന്നേക്കാൾ എല്ലാം മികച്ചത് പാണ്ഡവരാണെന്ന് പറഞ്ഞ് ആ ഒരു എന്താ പറയുക, ആ ഒരു താരതമ്യങ്ങളും ഒക്കെ ആയിരിക്കും അദ്ദേഹത്തെ ആ ഒരു വില്ലനിലേക്ക് പരിവേഷം കൊടുത്തത്. സോ അങ്ങനെ ചെയ്തു നടക്കുന്ന ഒരാളിലും ഒരു ചെറിയ നന്മയുടെ തിരി കാണും എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടുന്നത്. അന്നേരം ഇയാളിങ്ങനെ ആകാനും കാരണം ഒരുപക്ഷെ സാഹചര്യങ്ങളുണ്ട്, എൻവയോൺമെൻ്റ് ഉണ്ട്, പല ഫാക്ടേഴ്സുണ്ട്. പിന്നെ അയാളുടെ തീരുമാനങ്ങളുണ്ട്. അത് ഒബ്വിയസ്ലി ഹിസ് ഡിസിഷൻസ്. അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് അത്രയും വേറെയും കേസുണ്ട് അങ്ങനെ അത്രയും ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കത്തില്ല. സോ അതുകൊണ്ട് എൻവയോൺമെൻറ്റിൽ പെട്ടുപോയ എത്രയോ ആളുകൾക്കുണ്ട് അല്ലേ. കൂടുതലൊന്നും ചിന്തിക്കാനില്ല, ആ എൻവയോൺമെൻറ്റിൽ അവരങ്ങ് ജീവിക്കുകയാണ്. നന്മ എന്ത് തിന്മ എന്ത് അങ്ങനെയൊന്നും ഒരു താരതമ്യമില്ല. എന്താണ് എൻവയോൺമെൻറ്റ് തരുന്നത് അത് വെച്ചങ്ങ് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. സോ അന്നേരം അത് അവർ ഒരുപക്ഷെ അത്രയും വളരെയധികം ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരാളായിരിക്കാം അല്ലേ, ലോ ഐക്യമുള്ള ആളുകളുണ്ടായിരിക്കാം. അന്നേരം ഇവരെ ഒന്നും നമ്മൾ ഈ യിങ് യാങ് ഫിലോസഫി കുറ്റം പറയുന്നില്ല. ഇവരും വേണം, അതേപോലെ നല്ല ആളുകളും വേണം. സോ ഇവരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് യിങ് യാങ് ഫിലോസഫി പറയുന്നത്. സോ ഒരിക്കൽ പോലും തിന്മയുള്ള ആളുകളെ മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ നന്മയുള്ള ആളുകളെ മാറ്റി നിർത്തുമോ, അവരാണ് എല്ലാവരും നല്ലവർ പരിശുദ്ധന്മാരെന്ന് പറഞ്ഞിരിക്കുകയല്ല ഇതിനകത്ത് ചെയ്യുന്നത്. അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരും വേണം, നന്മയുള്ള ആളുകളും വേണം. സോ അവരെ അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് എന്താണ് അവരിലുള്ളത്, തിന്മയ്ക്കകത്തും ചെറിയൊരു നന്മയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. സോ ഈ ഒരു ഫിലോസഫി വളരെയധികം എന്നെ കോരിത്തരിപ്പിച്ചൊരു ഫിലോസഫിയാണ്. സോ നിങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക, എന്നിട്ട് നന്നാകുക. ഓക്കെ, ബൈ.